ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നല്ലൊരു കിട്ടിലൊരു മലയാളം മൂവി വന്നിട്ടുണ്ടായിരുന്നു, ബാലൻ ദി ബോയ്. കിട്ടിലൊരു ക്ലാസിക്കൽ മൂവി, ബാലൻ ദി ബോയ് എന്ന് പറയുന്ന നല്ലൊരു അടിപൊളി ഒരു ക്ലാസിക്കൽ പടം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു മൂവി എന്നൊക്കെ പറയുമ്പം ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ബാലൻ എന്ന് പറയുന്ന മൂവി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം നല്ല സ്റ്റോറി, നല്ല ഡയറക്ഷൻ, നല്ല രീതിയിൽ അങ്ങ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയുള്ളൊരു മൂവിയാണ് ബാലൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് ഒരു ത്രില്ലറാണ് ഈ മൂവി എന്ന് നമുക്ക് പറയാം. കുറച്ചൊരു ഹൈപ്പൊക്കെ തന്ന് ത്രില്ല് ചെയ്യിപ്പിക്കുന്ന, എന്താണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു ഫസ്റ്റ് ഹാഫാണ് ഈ മൂവിക്ക് വന്നിരിക്കുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന പുതിയ ആൾക്കാരാണ്, ഒരു സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അപ്പം സെക്കൻഡ് ഹാഫ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, സെക്കൻഡ് ഹാഫ് നമുക്ക് ത്രില്ലറാണെന്ന് പറയുന്നേക്കാളും കുറച്ച് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സ്. അത് ഇതിൽ ഈ മൂവിയുടെ മെയിൻ സ്റ്റോറി തീം എന്താണെന്ന് വെച്ചാൽ ഒരു അമ്മയും മകനുമായിട്ടുള്ളൊരു കണക്ഷനാണ് ഈ മൂവിയുടെ ഒരു സ്റ്റോറി തീം എന്ന് പറയുന്നത്. സോ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഇമോഷണലാവും. അങ്ങനത്തെ കുറച്ച് സീനുകളാണ് വരുന്നത് സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് നേരത്തെ പറഞ്ഞ ഒരു ത്രില്ലറാണ്. ക്ലൈമാക്സിൽ ചെറിയൊരു ട്വിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ കിട്ടിലുമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും സമ്മതിച്ചേ പറ്റത്തുള്ളൂ. ആ ട്വിസ്റ്റൊന്നും ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സംഭവമല്ല. അപ്പം നല്ലൊരു കിടിലൻ പടമാണ്. ഏകദേശം 2 മണിക്കൂർ 27 മിനിറ്റാണ് ഈ മൂവി ഉള്ളത്. കണ്ടിരിക്കാൻ പറ്റുന്ന അതിൻ്റെ ഓരോ വിഷ്വൽസിൻ്റെയും ക്വാളിറ്റിയാണ് എടുത്ത് പറയേണ്ടത്. സ്റ്റോറി ബെസ്റ്റാണ്. ഞാൻ സ്റ്റോറിയുടെ കാര്യത്തൊന്നും പറയുന്നില്ല, സ്റ്റോറി ബെസ്റ്റാണ്. നമ്മൾ സ്റ്റോറി ഒരു സൈഡിൽ മാറ്റി വയ്ക്കുക. നമുക്കിതിൻ്റെ മേക്കിങ്ങിനെ പറ്റിയും ഡയറക്ഷനെ പറ്റിയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ പറ്റിയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ടോപ്പ് നോച്ച്. നമുക്കൊരു മലയാളം സിനിമയിൽ നിന്നൊരു അവാർഡ് വിന്നിങ് മൂവിക്ക് പോകാനുള്ള ചാൻസ് ഉള്ളൊരു പടമാണ് ബാലൻ എന്ന് പറയുന്ന മൂവി. സോ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്തേ പറ്റുള്ളൂ. ഇത് സ്റ്റോറീനെ ബേസ് ചെയ്തില്ല, നിങ്ങൾ ഇതിൻ്റെ മേക്കിംഗ് കാണാൻ വേണ്ടിയാണ് തിയേറ്ററിൽ പോകേണ്ടത്. കാരണം ഓരോ എടുത്തിരിക്കുന്ന ഷോട്ട്സിൻ്റെയും പെർഫെക്ഷൻ, ലൈറ്റിങ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അല്ലെങ്കിൽ ഈവൻ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ കിടിലമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ചെറിയൊരു എന്താ പറയുക, ഒരു പല്ലിയുടെ ഒരു ചിലയ്ക്കുന്ന ഒരു സൗണ്ട് പോലും ഒരു കിടിലമായിട്ട് അത് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പല സ്ഥലത്തും അത് കേൾക്കാൻ പറ്റും. എന്തായാലും നല്ലൊരു മൂവിയാണ്, നല്ലൊരു കിടിലം പടം. സോ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആരൊക്കെയും നമുക്ക് നോക്കാം. പുതിയ ആക്ട്രസ്സാണ് ഫർസാന പാലത്തിങ്കൽ. പുള്ളിക്കാരിയാണ് ഇതിൽ അമ്മയുടെ റോള് അഭിനയിക്കുന്നത്. പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഫസ്റ്റ് മൂവിയാണെന്ന് പറയത്തേ ഇല്ല. ഇനിക്കൂടെ പുള്ളിക്കാരി ഒരു മോഡലാണ്. പിന്നെ ഒരു കൊച്ചു പയ്യനുണ്ട്, നമ്മൾ ആ മൂവിയുടെ പോസ്റ്ററിലൊക്കെ കാണുന്നത്.